esteemed friends, my staff and students. ഈ ആദ്യമായിട്ട് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും കാര്യമായി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്ക് ഫോൺ മെമ്മറീസ് പറയുമ്പോഴേ ഒരുപാട് പറയാനുണ്ടാവുന്ന സമയത്ത് നമ്മുടെ അദ്ദേഹം സ്പീക്കറായിട്ടാണ് കൊടുക്കാറ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഇത് സെക്കൻഡ് ഹോമാണ് SP കോളേജ്. പഴയ കാലത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അന്ന് ഈ ട്രാവൻകൂറാണ് ആദ്യം ഉണ്ടായത്, എനിക്കറിയാമല്ലോ. അത് കഴിഞ്ഞാണല്ലോ കൊച്ചി വരുന്നത്, അത് കഴിഞ്ഞാണല്ലോ ഭാഗം വരുന്നത്. ട്രാവൻകൂർ ഒറ്റ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജ് ഉണ്ടായിരുന്നു. അത് യൂണിവേഴ്സിറ്റി കോളേജ് മാത്തമാറ്റിക്സ്. SP കോളേജിൽ പഠിച്ചതുകൊണ്ട് അവിടുത്തെ 1951 ബാച്ചിൽ മാത്തമാറ്റിക്സ് എംബസി അഡ്മിഷൻ വന്ന മെറിറ്റ് അനുസരിച്ച് ഫസ്റ്റ് റാങ്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഈ കുട്ടികളെയും സ്റ്റാഫിനെയൊക്കെ കാണാനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ പോലെ അതിഥിയായിരിക്കുന്ന ഡോക്ടർ സതീഷാണ് പ്രിൻസിപ്പലിനെ എല്ലാവരും കാണാനായിട്ട്. എൻ്റെ സെക്കൻഡ് ഹോമാണിത്. ഞാൻ രവീന്ദ്രനാഥ ടാഗോർ സാറിന് പറയാൻ കാരണം, ഒരു വ്യക്തി നമ്മൾ into the heaven of freedom that my countrymen awake. ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ഒരു 13 വർഷം മുമ്പ് സയൻസ് വരെ ഉണ്ടോ? ഇവിടെ എന്താ നടന്നത്? മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ. ഒരാണ്ട് 100 വർഷമായി നമുക്ക് ഒരുമാതിരി വല്ല കാര്യമായി ചേഞ്ചസ് വന്നില്ല. അതെന്നാ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ സയൻറ്റിസ്റ്റ് അതെല്ലാം അവർ വന്നേ പിന്നാണ് പല അന്ധവിശ്വാസങ്ങളെയും മാറ്റാൻ സാധിച്ചത്. വിശ്വാസം അത്യാവശ്യമാണ്. ഏത് മനുഷ്യനും ദൈവത്തെ പറ്റിയൊരു വിശ്വാസം. പക്ഷെ അന്ധവിശ്വാസം വളരെ തെറ്റാണ്. അന്ധവിശ്വാസത്തെ മാറ്റാനായിട്ടാണ് ഈ സയൻസ് ഒക്കെ വന്നിരിക്കുന്നത്, അല്ല വിശ്വാസത്തെ മാറ്റാനല്ല. അസുഖം വന്നാൽ മാറ്റണമെന്ന് മരുന്ന് കഴിക്കണം. പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ സ്ഥാനമുണ്ട്. പക്ഷെ മരുന്ന് ഉപയോഗിക്കേണ്ടത് മരുന്ന് ചോദിച്ചു വെക്കും. ഈ മരുന്നുകൾ കണ്ടുപിടിക്കാനും ലേറ്റസ്റ്റ് മെഡിസിൻസ് ഒക്കെ കിട്ടാനുള്ള കാലഘട്ടമാണ് ഇപ്പോൾ. അത് നമ്മൾ ആ കാലത്ത് ജീവിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. ഒരു 5-6 വർഷം മുൻപ് ഞാൻ ഇപ്പോഴും ഓർമ്മ ചെറുപ്പത്തിലൊക്കെ സെപ്റ്റിക് ആകാതെയാണ് ഒരു പല പ്രസവ കേസുകളും നല്ല സുന്ദരിമാരും കൊച്ചു കുഞ്ഞുങ്ങളും മരിച്ചുപോയതെല്ലാം കേസസ് സെപ്റ്റിക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ അന്ന് ഒരു പരിചയമില്ലാത്ത ആയമാരാണ് നാട്ടിലെത്തി പ്രസവമൊക്കെ എടുത്തിരിക്കുന്നത്. സിസ്റ്റേറിനൊന്നും ഇല്ലാത്ത കാലം സ്ട്രീം ഓഫ് റീസൺ വന്ന് സയൻസ് വന്നതോടുകൂടിയല്ലേ സെപ്റ്റിക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പോയി ഇഞ്ചക്ഷൻസ് എടുക്കുകയൊക്കെ ചെയ്യാം. ഒരിക്കലും നിരാശപ്പെടുന്ന പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ SP കോളേജിൽ പഠിച്ച് ഹോസ്റ്റലിൽ പഠിച്ചു. അന്ന് ഹോസ്റ്റലാണ് SP കോളേജിനെ പറ്റി അന്നും പ്രസിദ്ധിയുണ്ട്. കാരണം ഇവിടുത്തെ പ്രൊഫസേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. 3 കോളേജാണ് ഉണ്ടായിരുന്നത് ട്രാവൻകൂറിൽ. SP കോളേജ്, UC കോളേജ്, CMS കോളേജ്. SP കോളേജിൽ ഡയറക്ടറായ പ്രൊഫസർമാരുണ്ടായിരുന്നു. ആ പാരമ്പര്യമുണ്ടായിരുന്നു. അതൊക്കെ കേട്ടാണ് ഞങ്ങളെ കൊണ്ട് വന്നത്. ഞങ്ങൾ അഭിമാനിക്കുന്ന ഈ കോളേജിനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എപ്പോഴും ഈ കോളേജിൻ്റെ പോകണം. എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ പോകുന്നതിന് പോയി പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ പ്രായം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ അവകാശങ്ങളുണ്ട്. എങ്കിൽ തന്നെ ഈ ഒരു മീറ്റിംഗ് വരാൻ സാധിച്ചതിന് സന്തോഷം. ഞാൻ എന്നെ പറ്റി ഒരു വാക്ക് പറഞ്ഞോട്ടെ. എനിക്ക് അദ്ദേഹം വരുന്നത് വളരെ സന്തോഷമാണ്. ഏറ്റവും മിടുക്കനായ ഒരു പ്രൊഫസർ. എന്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ മാത്തമാറ്റിക്സ് എംബസി എടുത്തിട്ട് PhD എടുത്ത പ്യുവർ മാത്തമാറ്റിക്സിന് ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ സ്റ്റുഡൻ്റ് ആകാറില്ല. പക്ഷേ അപ്ലൈഡ് മാത്തമാറ്റിക്സിനാണ് ഭയങ്കര സ്കോപ്പുണ്ട്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പഠിച്ചോട്ടെ, വളരെ സന്തോഷം. അപ്ലൈഡ് മാത്തമാറ്റിക്സിന് ഇഷ്ടം പോലെ സ്കോപ്പുള്ള ഒരു നാടാണ്, ലോകമാണ് നമുക്ക് കാണുന്നത്. എഞ്ചിനീയറായിരുന്ന അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, കാലക്കൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ട് അദ്ദേഹം ഇഷ്ടമുള്ള സബ്ജക്റ്റ് വലിയ സ്പെഷ്യലൈസിൽ പോയി. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റി ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ MSc പഠിച്ചത് അന്നൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ നമുക്ക് ലോകത്തിൽ പൂർണ്ണതമായി വരാൻ ഒക്കെയില്ല. 98% of confidence we can say that this medicine will be useful എന്നൊക്കെയാണ് പറയുന്നത്. പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത്
സയന്റിഫിക്കായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് എൻ്റെ ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. സ്വാസ്ഥ്യം പറയുകയാണെങ്കിൽ ഈ ഇന്ന് വളരെ മഴയുടെ ശല്യം കൊണ്ടൊക്കെ പറക്കും പല അസുഖം ഉണ്ടെങ്കിലും ഇത്രയും പേരോട് വരികയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തിന് നമുക്ക് കിട്ടുകയും ചെയ്തു വലിയ തീർച്ചയായും ഞാൻ കാണുന്നു. അപ്പോൾ എനിക്ക് ചുരുക്കത്തിൽ നിർത്താൻ പോകണം ഞാൻ. കാരണം എനിക്ക് ഒരുപാട് നിങ്ങളെ ഉദ്ധരിക്കാൻ ഇഷ്ടമുള്ള പ്രസംഗം കേൾക്കാനാണ് താല്പര്യം. Be happy that you have chosen maths. Respect other subjects also, but take the subject you want. Mathematics എടുത്തത് നിങ്ങൾ അഭിമാനിക്കണം. നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടും. ഇവിടെ പ്രയാസമാണെന്നുണ്ടെങ്കിൽ പുറം രാജ്യങ്ങളിൽ താല്പര്യമുള്ള റിസർച്ച് ഒക്കെ പോകുകയാണെങ്കിൽ നല്ല സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് മെഡിക്കലായിട്ട് പഠിച്ചു വരിക. അതിൻ്റെ അപ്ലൈഡ് ഫീൽഡിലൊക്കെ പോയ ആൾക്കാർ കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ലേറ്റസ്റ്റ് ആയിരിക്കുന്ന നിങ്ങളുടെ ഈ വാട്സപ്പ് എല്ലാത്തിൻ്റെയും ഓറിജിൻ്റെയൊക്കെ കാരണത്തിൽ ഇദ്ദേഹമാണ് പുറകിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെയാണ് പുറകിലുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഒക്കെ തന്നെ അപ്ലൈഡ് ഫീൽഡിലുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഈ കോളേജിനോടുള്ള ബഹുമാനം ഞാൻ എന്നും ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ നല്ല കാലം മുഴുവൻ ഇവിടെ സ്പെൻഡ് ചെയ്ത് 21-22 വയസ്സിൽ കയറി 19 വർഷക്കാലം ഇവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി 55 വർഷം ടീച്ചിങ്ങിനോട് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഫാദർ ഒരു ടീച്ചറായിരുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ടീച്ചറായിരുന്നു. അവിടെ ടീച്ചിങ്ങിനോട് എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർ ആ ഫീൽഡിൽ പോട്ടെ, റിസർച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ആ ഫീൽഡിൽ പോട്ടെ. ഏത് ഫീൽഡിൽ പോയാലും തൻ്റെ ഇടമായി സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. മറ്റുള്ളവർ പ്രയോജനപ്പെടുകയും ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എനിക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ തന്ന നല്ല